Hey everyone, this would be the first episode that I'm recording ever, so yeah, bear with the bad audio quality and stuff. But I'm super excited about this matchup. Oh my god, I can't wait for this to happen. വളരെ ഇതിനു മുമ്പത്തെ ഷെഡ്യൂൾ ചെയ്തത് ഒലിവേറ വേഴ്സസ് ഫിസേവ് ആയിരുന്നു. ഫിസേവിന് obviously pull out ചെയ്യേണ്ടി വന്നു. He had some injury or something. Um, so ഇപ്പം we got Oliveira versus Gambler. And if I'm being honest, um, being an Oliveira fan, I would not have preferred this fight because I think this is a tougher matchup for Oliveira than Fischer. So like Fischer would have been a striker who uh, has like great kicks. Fischer has like tall stature, so uh, yeah, that would have been perfect for Oliveira to take the save down and grapple with him. But also, we know that Fiziev is really good on the ground, like on not on the ground, but on defending the takedowns. പക്ഷേ ഈ കേസിൽ വേറൊരു ആസ്പെക്ട് ഉള്ളതെന്ന് വെച്ചാൽ ഒലിവേറയുടെ കഴിഞ്ഞ മാച്ച് നമുക്കറിയാം ഈ ഗോട്ട് ഫോൾഡഡ് ലൈക്ക് ബൈ ടൊപ്പൂരിയ. That was hard to watch, and I don't know, it's been like 4 months, 5 months. വളരെ ഏർലി ആയിട്ടുള്ളൊരു റിട്ടേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത്ര നേരത്തെ തിരിച്ച് വരണമെന്നുള്ളത് എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ ഹൗ ദ കമ്മീഷൻ അലൗഡ് ദിസ്, ബട്ട് ഇറ്റ്സ് കൂൾ ഐ ഗസ്. എന്തായാലും ഒലിവേറ കഴിഞ്ഞത് പ്രാവശ്യം നോക്കൗട്ട് ആയതുകൊണ്ട് വി ഡോണ്ട് വാണ്ട് ഹിം ടു ഗെറ്റ് മോർ ഡാമേജ്. സോ അതുകൊണ്ട് തന്നെ ഫിസിയേവായിട്ടുള്ള മാച്ചപ്പ് മാറിയത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം he's a good striker. He's a really good striker. For example, Fischer Gaethje match, first match, ആദ്യത്തെ 1.5 റൗണ്ട് Fischer was up. Fischer was outstriking Gaethje. So yeah, Fischer ഒരു നല്ല സ്ട്രൈക്കറാണ്. ഒലിവേറ കുറേ ഡാമേജ് ടേക്ക് ചെയ്യാറുണ്ട് ഓൺ ദ ഫീറ്റ്. പുള്ളിയുടെ ഗാർഡ് ഗെയിം isn't that great. So yeah, I think it's way better that Fiziev got replaced by Gamrot. ഈ ഗ്യാംറോട്ടിൻ്റെ മാച്ചപ്പുമായിട്ട് പറയുമ്പോഴത്തേക്കും ഒലിവേറ വേഴ്സസ് ഗ്യാംറോട്ട് ഇത് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗ്രാപ്ലിംഗ് മാച്ച് ആവാനാണ് സാധ്യത. രണ്ടുപേർക്കും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ദേ ആർ ബോത്ത് സ്ക്രാപ്പി സ്ട്രൈക്കേഴ്സ്. സോ മേ ബി ഒരു വൺ സ്ക്രാപ്പി മാച്ചപ്പ് കാണാൻ പറ്റും, വയലൻസ് ഉള്ളൊരു മാച്ചപ്പ്. അല്ലെങ്കിൽ വിൽ സി എ ഗ്രാപ്ലിംഗ് ക്ലിനിക്. ആൻഡ് I wish it's gonna be a grappling clinic because that's what interests me personally. So Gamrot ആക്ച്വലി എല്ലാവർക്കും അറിയുമെന്നറിയില്ല, നമ്മുടെ അർമാനെ തോപ്പിച്ചതാണ് ആക്ച്വലി. പക്ഷെ അതൊരു സ്പ്ലിറ്റ് ഡിസിഷൻ ആയിരുന്നു. ആൻഡ് ദാറ്റ് മാച്ച് വാസ് ക്രേസി. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ യു ഷുഡ് വാച്ച് ഇറ്റ് ബിക്കോസ് അതിലെ ഗ്രാപ്ലിംഗ് എക്സ്ചേഞ്ചസ് were insane. Not gonna lie, it was so good. And ക്യാംറോട്ട് ആർമാനുമായിട്ടുള്ള മാച്ചിൽ വളരെ എന്താ പറയുക, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു അത്, മെയിൻലി ഗ്രാപ്ലിങ്ങിൽ. വി നോ ദാറ്റ് ആർമാൻ went against Oliveira, and that was also a really nice match. പല പ്രാവശ്യം ഒലിവേറ ആക്ച്വലി he had Arman in skates, in the grappling at least. So basically there was like a guillotine at the beginning that kind of this one, this guillotine was really tight. I think Arman escaped only because his shorts fell off, which is funny. But yeah, this was a scrappy fight. And Oliveira, like Arman was able to fed off Oliveira, I guess. So അതുകൊണ്ട് തന്നെ ക്യാംറോട്ടും അത്
പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറൊരു ഫാക്ടർ ഉള്ളത് ആംബ്രോട്ടിൻ്റെ ചിന്നാണ്. ഐ സോ ഹിം ഗെറ്റിംഗ് ചിൻഡ് ബൈ ബെനിയൽ. സോ ഓൾസോ റീസെൻ്റ്ലി പുള്ളി ഡാൻ ഹുക്കറുമായിട്ട് ഫൈറ്റിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ഡിഡ് ദാറ്റ് വെൽ. ഹി ലോസ് ദാറ്റ് ഫൈറ്റ് ആക്ച്വലി. സോ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ആ ഒരു ആസ്പെക്റ്റിൽ എങ്ങനെയിരിക്കും. എന്തായാലും ഈ മാച്ചപ്പ് ഇൻസെയിൻ ആയിരിക്കും. ഐ കാൺ വെയിറ്റ് ഫോർ ദിസ് ഹാപ്പനിങ് ഓൺ October 12th, which is what, 2 weeks away. I can't wait. എന്തായാലും ആരെങ്കിലും UFC ഗ്രാപ്ലിംഗിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്കിംഗ് മാച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ആൻഡ് യു ആർ എക്സൈറ്റ് ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ഗ്രാപ്ലിംഗ് മീൻസ്, if grappling means boring to you, then you should watch this match, because ഇതിലെന്തായാലും ഒരു ഇൻസെയിൻ ഗ്രാപ്ലിംഗ് എക്സ്ചേഞ്ചസ് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എൻ്റെ പിക്ക് ഏർലി പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ I don't want to go against my boy ഒലിവേറ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഐ തിങ്ക് ഒലിവേറാസ് gonna pull this off unless he has the brain damage from the Topuria fight. Hopefully not. Yeah, we'll see.